ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു 5 ഡ്രസ്സുകളാണ്. ഇത് നമുക്ക് ചുരിദാർ വരുന്നുണ്ട്, അതേപോലെ തന്നെ കുർത്തിയാണെങ്കിൽ ടോപ്പും പാൻറ്റും ആയിട്ട് വരുന്നുണ്ട്. അവൻ ജസ്റ്റ് ഒക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. മിക്കവാറും നമ്മൾ ഡ്രസ്സൊക്കെ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ നെക്കിൻ്റെ പോർഷനിലും അതേപോലെ തന്നെ ആ ഒരു സ്ലീവിൻ്റെ കൈയിൻ്റെ ഭാഗത്തായിട്ടും ചെറിയ ഒരു ലൈസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. എനിക്കത് ഒന്നും അങ്ങനെ ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഷേപ്പ് ചെയ്യാനായിട്ട് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. നോർമലി എനിക്ക് ലാർജ് സൈസ് എടുക്കുന്ന സമയത്ത് കൈയാണ് എന്തെങ്കിലും പ്രശ്നം വരാതെ ലൂസായിട്ട്. ഇതിന് പിന്നെ കൈ ഇല്ലാത്തതും കൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ നല്ല വലിയ ഷാളാണ് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര കംഫർട്ടാണ്. കോട്ടൺ ആയതുകൊണ്ടും പിന്നെ സ്ലീവ്ലെസ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ നല്ലൊരു കംഫർട്ടാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത്. അടുത്തൊരു പീച്ച് പിങ്ക് മിക്സ് ആയിട്ട് വരുന്നൊരു ഡ്രസ്സാണ്. ഇത് നമ്മുടെ അനാർക്കലി മോഡൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഫ്ലെയർ ടൈപ്പിൽ വരുന്നതാണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്താണെങ്കിലും നല്ല ഭംഗിയിലൊരു സീക്വൻസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈയിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചൊരു ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്നാൽ കോട്ടണിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ ഷോള് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത്. ഒക്കെ സിംഗിൾ കളറിൽ നല്ല കംഫർട്ടാണ് കേട്ടോ. ഇതും എനിക്ക് കുറച്ച് ഷേപ്പ് ചെയ്യാനായിട്ടുള്ളൂ. ഒരുപാടൊന്നും ഇപ്പം എനിക്കൊന്നും തടി വെച്ചൊന്നും തോന്നുന്നുണ്ടാവുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊരു പൊടീൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാണ്ടാവാറുണ്ട്. ഇപ്പം ചെറുതായിട്ടൊക്കെ എനിക്കൊന്ന് കംഫർട്ട് അല്ലെങ്കിൽ ലെവലാക്കി ഷേപ്പ് ചെയ്യാനുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റും അതേപോലെ തന്നെ ഒരു വയലറ്റിൻ്റെ ഡാർക്ക് വയലറ്റിൻ്റെ ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ തന്നെ ഞാനൊരു യെല്ലോയും മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതേപോലെ വയലറ്റ് ഷെയ്ഡിലാണ് സാരിയുടെ ഈ ഒരു പാൻറ്റും അതേപോലെ തന്നെ ഷോളൊക്കെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇടാനായിട്ട് നല്ലൊരു കംഫർട്ടാണ് കേട്ടോ. പ്യുവർ പക്ക കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലൂസ് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ചിലപ്പം ഇനി അലക്കണ സമയത്ത് ചുരുങ്ങിയാലോ വെച്ചിട്ട്. ഇത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. ഇതിൻ്റെ തന്നെ സെയിം, അതായത് ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ ഈ ഒരു സെയിം പാറ്റേണിൽ കുറച്ച് കളർ ചേഞ്ചസ് വരുന്നത്. വേറൊരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള എനിക്കുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നല്ല രസമാണ്, നല്ല സുഖമാണ് ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ വേറെ കളർ ചേഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അതിന് ഈ ഒരു ഓപ്ഷൻ കൂടെ വന്നപ്പോൾ ഞാൻ ഇതന്നെ എടുത്താണ് കേട്ടോ. നല്ല നീ കണ്ടിട്ടുണ്ടോ? ഞാൻ മിക്കവാറും വീഡിയോസിലൊക്കെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതിന് തന്നെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന വേറെ ഡ്രസ്സ് നല്ല അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് പ്യുവർ വൈറ്റിൽ വരുന്ന നല്ല ഒരു പ്രത്യേകതരം പാറ്റേൺ ഒരു ഇങ്ങനെ ഡ്രസ്സ് കേട്ടോ. അതിൽ കണ്ട ഒരു ലൈൻ കണ്ട അതൊരു ത്രെഡിൻ്റെ ഒരു വർക്കാണ്. അതേപോലെ നെക്കിൻ്റെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം വർക്ക് നമ്മളുടെ കൈയിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വൈറ്റ് പാൻറ്റാണ് വരുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒക്കെ ആമസോണിലാണ് മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ബൈ.